സന്തോഷത്തോടെ ആരംഭിക്കുന്നു. മനോഹരമായൊരു ഗാനം ഇപ്പോൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നു.
വേദഭാഗം വായിച്ചു കേൾക്കാൻ യോഹന്നാൻ സുവിശേഷത്തിൽ നിന്ന് ഒരു വേദഭാഗം സൗകര്യമായി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 15 വരെ. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി അവന്റെ നാം അവന്റെ പക്കൽ പോകുമെന്ന് പറഞ്ഞു. വായിച്ച വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവായ യേശുക്രിസ്തു ബെഥാനിയയിൽ ഒരു കുടുംബത്തിലെത്തിയപ്പോൾ ആ ബെഥാനിയിലെ കുടുംബത്തിലുണ്ടായ വ്യത്യാസങ്ങളിൽ ഒരു വലിയ വ്യത്യാസമാണ് ലാസറിന്റെ മരണവും ലാസറിനെ യേശു ഉയർപ്പിച്ചത്. നമ്മുടെ നടുവിൽ ഞങ്ങളോടൊപ്പമുള്ള ജോർലി എന്ന സഹോദരൻ അല്പനേരം തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ സാക്ഷ്യം പറയും. നമുക്ക് ശ്രദ്ധിക്കാം. ദൈവനായ സാധനം അടുത്ത മകലേവായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വിശുകർത്താവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം തന്നു. കടന്നു വന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല. ഞങ്ങളിവിടെ മതം പ്രസംഗിക്കാനോ വേറൊരു മതത്തെ ഇകഴ്ത്തി കാണിക്കാനോ ഒന്നും വന്നതല്ല. മറിച്ച് ഞങ്ങളെ രക്ഷിച്ച യേശുവിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പകലിൽ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ജോർലിൻ എന്നാണ്. ഞാൻ താമസിക്കുന്നത് രാജക്കാടാണ്. മുക്കുടി ഡാമിൻ്റെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, യേശു എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇങ്ങനെ ജീവനോടെ നിൽപ്പാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന എൻ്റെ ജീവിതം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി ജീവിച്ച ചെറുപ്രായത്തിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി ജീവിച്ച ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് ജീവിതത്തിനൊരർത്ഥമില്ലാതെ കൂട്ടുകാരുടെയൊക്കെ കൂടെ ഈ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ഒരു സന്തോഷം, അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി വന്നാൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥ. ചില നിമിഷത്തേക്ക് മാത്രമായി എൻ്റെ സന്തോഷങ്ങൾ ഒതുങ്ങിയപ്പോൾ മറിച്ച് ബാക്കിയുള്ള സമയം മൊത്തം നിരാശയും ഭാവിയെ പറ്റിയുള്ള ചിന്തകളും പേടിയും ഒക്കെയായി ജീവിച്ചൊരു കാലഘട്ടത്തിൽ നിന്ന് യേശു എന്നെ തേടി വന്നു. യേശുവിൻ്റെ സ്നേഹം എന്നെ തേടി വന്നു. യേശുവിനെ തേടി വന്നതുകൊണ്ട്, യേശുവിൻ്റെ സ്നേഹം ഞാൻ അറിഞ്ഞതുകൊണ്ട് എൻ്റെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ യേശു എനിക്ക് തന്നു. ഇന്ന് പകലിൽ ഞാൻ ഇവിടെ നിന്ന് പറയുന്നത്, എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ എന്തെങ്കിലും ദുശീലങ്ങൾക്ക് അടിമയായി സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഭാവിയെപ്പറ്റി നിരാശയോടെ, ചിന്തയോടെ, ആദിയോടെ, പേടിയോടെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ജീവിതത്തിൽ അത്തരത്തിൽ പ്രയാസത്തിലൂടെ കടന്നുപോയ എൻ്റെ ജീവിതത്തിൽ മാറ്റം നൽകിയ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകുവാൻ വിശ്വസ്തനാണ്, ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ആ യേശുവിനെ പറയാനാണ് ഞങ്ങളിവിടെ വന്നത്. അതുകൊണ്ട് എൻ്റെ ശബ്ദത്തെ ശ്രവിച്ച നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഞങ്ങൾ പറയുന്ന യേശുവിനെ നിങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിനെ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിനെ ഒന്ന് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ യേശു വിശ്വസനാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, സ്വഭാവത്തെ രൂപീകരിക്കുവാൻ, ഭാവി കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ, ആകുലപ്പെടാതെ സർവ്വതും ഭംഗിയായി ചെയ്യുന്ന, കരം പിടിച്ച് അന്ത്യത്തോളം വഴി നടത്തുന്ന ഒരു യേശുവിനെ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ഞങ്ങള് അല്പസമയം ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ അധികമായി ക്ഷണിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ കർത്തദാസന്മാരെ വചനത്തിൽ സംസാരിക്കുമ്പോൾ, അവരുടെ സാക്ഷികളൊക്കെ പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഉതകുന്നതാണ്. ശ്രദ്ധയോടെ കേട്ടാലും യേശുകർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു.
പാപഭാരമേറ്റി കൊണ്ടുപോകുന്നു. നിൻ സഹായനായ നാഥൻ കയറിപ്പോകുന്നു. എന്റെ പാപഭാരമേറ്റി കൊണ്ടുപോകുന്നു. ആ കാൽവരി മലയിൽ കുരിശ് കാണുമെന്നാഥൻ അവനെന്റെ പേർക്കായി പാപങ്ങൾക്കായി. അണിവരുതല്ലും തോന്നാതവര പേടി തകർക്കുന്നു. കൈകാലുകളിൽ കാലിലും ആടി തറയ്ക്കുന്നു. അണിവരുതല്ലും തോന്നാതവര പേടി തകർക്കുന്നു. കൈകാലുകളിൽ കാലിലും ആടി തറയ്ക്കുന്നു. ആകക്കാലം യാതനുച്ചത്തിൽ കരയുന്നു. ദൈവമേ ദൈവമേ കൈവിട്ടോയെന്നേ. ആകക്കാലം യാതനുച്ചത്തിൽ കരയുന്നു. ദൈവമേ ദൈവമേ കൈവിട്ടോയെന്നേ. ആ കാൽവരി മലയിൽ കുരിശ് കാണുമെന്നാഥൻ അവനെന്റെ പേർക്കായി പാപങ്ങൾക്കായി. പാപത്തിൻ കുഴിയിൽ ഞാൻ താഴുപോയപ്പോൾ ൂരിലുമേറും വഴിയരികിൽ ഞാൻ ഏകനായപ്പോൾ. പാപത്തിൻ പടുകുഴിയിൽ ഞാൻ താഴുപോയപ്പോൾ ൂരിലുമേറും വഴിയരികിൽ ഞാൻ ഏകനായപ്പോൾ. ഒരു കണ്ണിന് ദയ തോന്നിയും കൈ പിടിച്ചില്ല. ചൊല്ലിയെന്നെ സ്നേഹിച്ചിടുക. ഒരു കണ്ണിന് ദയ തോന്നിയ കൈ പിടിച്ചില്ല. ചൊല്ലിയെന്നെ സ്നേഹിച്ചിടുക. കാൽവരി മലയിൽ കുരിശ് കാണുമെന്നാഥൻ അവനെന്റെ പേർക്കായി എൻ പാപങ്ങൾക്കായി. ആ കാൽവരി മലയിൽ കുരിശ് കാണുമെന്നാഥൻ അവനെന്റെ പേർക്കായി എൻ പാപങ്ങൾക്കായി. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പ്രദേശത്തുള്ള എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങളുടെ വിനീതമായ വന്ദനം പ്രാരംഭമായി ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ ചിലര് പാട്ടുകളൊക്കെ പാടി ഞങ്ങളിവിടെ വന്ന് ഈ വണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് തന്നെ ഞങ്ങളെ ശ്രദ്ധിച്ച സഹോദരങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, നിങ്ങളുടെ ചിന്ത ഒരിക്കലും തെറ്റല്ല. ഞങ്ങളെ പാപത്തിൽ നിന്നും രക്ഷിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിസ്തുല്യ സുവിശേഷവും മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയുടെ കുലക്കളത്തിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ച് പ്രാണനെ വിട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാ സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങൾ കേൾക്കുന്നത്. ഞങ്ങൾക്ക് മുൻപേ ഞങ്ങളുടെ ഒരു സഹോദരി ഇവിടെ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നിന്ന്
യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാനിടയായി. ആ വചനം വായിക്കുമ്പോൾ അവിടെ ലാസർ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് 2 സഹോദരിമാർ, ഒന്ന് മാർത്ത, ഒന്ന് മറിയ. അതിൽ ലാസർ ധീരമായി കിടന്നു, അവൻ മരിച്ചു. ഈ മരണം അനുഭവിച്ച ആ ഭവനം അതിദുഃഖത്തിലും അതിവേദനയിലുമായി. ആ 2 സഹോദരിമാർ മാറത്തടിച്ച് കരയുമ്പോ അവരുടെ ആശകളൊക്കെ നഷ്ടപ്പെട്ട്, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട്, അവരുടെ സന്തോഷം നഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത ഭാരത്തിലായപ്പോൾ അവരുടെ അടുക്കലേക്ക് യേശു കടന്നു വരികയും ആ കണ്ണുനീര് കണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ട ആശ്വാസ വചനങ്ങൾ പറഞ്ഞ് അവരെയും കൂട്ടി ലാസർ എന്ന സഹോദരൻ മരിച്ച ആ വ്യക്തിയെ വെച്ച കല്ലറയിലേക്ക് യേശു കടന്നുപോയി. അവിടെ ചെന്ന് ആ കല്ലറയുടെ വാതിക്കൽ നിന്ന് യേശു ലാസറിനെ വിളിച്ചു. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസം കഴിഞ്ഞ ലാസർ യേശുവിന്റെ വാക്കുകളുടെ മുൻപിൽ അവൻ ജീവനുള്ളവനായി പുറത്തു വരികയും ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെട്ടു. വിലാപ വീട് നൃത്ത വീടായി മാറി. വിലാപ വീട് സന്തോഷമുള്ള ഒരു ഭവനമായി മാറി. കണ്ണുനീര് അത് ആനന്ദത്തിന്റെ ചിരിയായി മാറി. വേദനകൾ സന്തോഷമായി മാറിയ ആ വേദഭാഗം ഇന്ന് ഇവിടെ വായിച്ചു കേൾപ്പിച്ചെങ്കിൽ ഇതിന് സമാനമായ രീതിയിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഭാരങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നി, എല്ലാം തകർന്നു എന്ന് തോന്നി, എല്ലാം കൈവിട്ടു പോയി എന്ന് തോന്നി, ഭാരത്തോടെ ആരെങ്കിലും നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളോട് സുവിശേഷത്തിന്റെ ശബ്ദം വ്യക്തമായി ഇന്ന് നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം എന്താണോ, നിങ്ങൾക്ക് യേശുവിന്റെ വചനം ഇന്ന് പകലിൽ ജീവൻ തരുന്നൊരു സന്ദേശമാണ്. ലാസർ മരിച്ച ദുഃഖത്തിൽ 2 സഹോദരിമാർ ഭാരപ്പെട്ട് കരയുമ്പോൾ അവരെ ചുറ്റും കൂടിയ യഹൂദ സ്ത്രീകൾ അവരെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. മറ്റ് സഹോദരങ്ങൾ അവരെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആശ്വാസം പൂർണ്ണമായില്ല. അവരുടെ വിഷയത്തിന് പരിഹാരമായില്ല. അവരുടെ വേദനയ്ക്ക് ഒരു പരിഹാരം അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രിയ സഹോദരങ്ങളെ, ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന്റെ നടുവിൽ ഭാരപ്പെട്ട് ഒരു തകർന്ന അനുഭവത്തിൽ കുടുംബത്തിന്റെ അകത്തളങ്ങളിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ കൂട്ടുകാരോ ചർച്ചക്കാരോ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സൊസൈറ്റിയിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളോ ഒക്കെ കേൾക്കുമ്പോൾ അവർ വളരെ സഹതാപത്തോടെ കേൾക്കുന്നതല്ലാതെ അവർക്കതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുവാൻ, ഒരു നിത്യമായ ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങൾക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കുവാൻ കഴിയത്തില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളുടെ വിഷയം യേശുവിന്റെ അടുക്കൽ നിങ്ങൾ കൊടുക്കുമ്പോൾ, നിങ്ങൾ യേശുവെ എന്നൊരു വിളിവിളിക്കുമ്പോൾ, നിങ്ങൾ എത്ര ഭാരത്തിലായാലും എത്ര വേദനയിലായാലും ആ വിഷയത്തിന് നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ആശ്വാസം തരുവാൻ യേശു ഇന്ന് പകലിൽ നിങ്ങളുടെ വാതിക്കൽ നിന്ന് വിട്ടുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശം ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നത്. ഞങ്ങൾ ഓരോ വീടുകളും കയറി ഓരോ വ്യക്തികളോടും വ്യക്തിപരമായിട്ടും ഒക്കെ സംസാരിക്കുകയും സുവിശേഷം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് ചില സഹോദരിമാർ ഭാരത്തോടെ കരഞ്ഞ് അവരുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. അതൊരുപക്ഷെ അവരുടെ ഭർത്താവിനെ കുറിച്ചായിരിക്കാം, മക്കളെ കുറിച്ചായിരിക്കാം, മാതാപിതാക്കന്മാരെ കുറിച്ചായിരിക്കാം. ചില പിതാക്കന്മാർ, അമ്മമാര് ഞങ്ങളുടെ അടുക്കൽ വന്ന് അവരുടെ മക്കളെ കുറിച്ചുള്ള വേദനകൾ ഞങ്ങളോട് പങ്കുവെക്കാറുണ്ട്. ചില മക്കൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് അവരുടെ അപ്പനെ കുറിച്ചുള്ള, അമ്മയെ കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന വാക്കുകൾ ഞങ്ങളോട് അവർ പറയാറുണ്ട്. ഞങ്ങൾക്ക് അവർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയത്തില്ല, ഞങ്ങൾക്ക് അവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയത്തില്ല. എന്നാൽ എനിക്ക് മുൻപ് ഇവിടെ ചില കാര്യങ്ങൾ സംസാരിച്ച ഒരു യുവ സഹോദരനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള തിരുവനന്തപുരം സ്വദേശിയായ ആ സഹോദരനെ വിളിച്ചിട്ട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഒരു കാലത്ത് സുബോധമില്ലായിരുന്നു, ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നപ്പോൾ അവിടേക്ക്
യേശുവിന്റെ സുവിശേഷം എന്നെ തേടി വരികയും എന്നെ മാന്യനാക്കി തീർക്കുകയും ചെയ്തു. എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു, സമൂഹത്തെയും കുടുംബത്തെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു, നന്നായി വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചു. എന്നെ സ്നേഹിക്കുന്ന യേശു എന്റെ ജീവിതത്തെ മാറ്റി. ഇതുപോലെ ഞങ്ങളുടെ അടുക്കൽ വരുന്നവരോട് ഞങ്ങൾക്കൊരു ആശ്വാസമല്ല പറയാനുള്ളത്. ഞങ്ങളോട് ഓരോരുത്തരോടും ചോദിച്ചാൽ ഈ വഴിവെക്കൽ നിന്നുകൊണ്ട് ഈ മഴയുടെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ആൾക്കാർ ഞങ്ങളെ ആക്ഷേപിക്കുമോ, നിന്ദിക്കുമോ, പരിഹസിക്കുമോ എന്നൊന്നും നോക്കാതെ ഞങ്ങൾ ലജ്ജ കൂടാതെ നിന്ന് യേശുവിനെ കുറിച്ച് പറയുന്നതിനൊരു കാരണമുണ്ട്. വാത്സല്യ സഹോദരങ്ങളെ, ഞങ്ങളുടെ നിത്യമായ നാശത്തിൽ നിന്നും നിത്യമായ നരകത്തിൽ നിന്നും നരകത്തിലേക്ക് ആടുകളെ കൊണ്ടുപോകുന്നത് പോലെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലയളവിൽ ഞങ്ങളുടെ ഭവനത്തിനകത്തും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ, സമാധാനം അനുഭവിക്കാൻ കഴിയാതെ നിത്യതയിൽ നിന്ന് അകന്നു മാറിയപ്പോ ഞങ്ങളെ തേടി വന്ന് ഈ സുവിശേഷത്തിന്റെ സന്ദേശം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തി. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ഒരു കാലത്ത് ഞങ്ങൾക്ക് ഇല്ലാതെ പോയി. സ്നേഹിതരെ, ഒരു കാര്യം ഓർപ്പിക്കട്ടെ, രണ്ട് കാര്യം നടക്കും. യേശുവിനെ വിളിച്ചപേക്ഷിക്കും. ഒന്ന്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് കർത്താവ് പരിഹാരം തരും. നിങ്ങൾക്ക് സമാധാനമല്ലേ? യേശു നിങ്ങൾക്ക് സമാധാനം തരും. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? ആ വിഷയത്തിന് യേശു നിങ്ങൾക്ക് നിത്യമായ ഒരു പരിഹാരം നൽകുവാനിടയായിട്ട്. ഏതെങ്കിലും രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ തകർന്ന ഒരു അവസ്ഥയിലാണോ? നിങ്ങൾ യേശുവിനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ആ ഭൗതിക വിഷയത്തിന് യേശു ഉത്തരം നൽകുവാനിടയായിട്ട്. രണ്ട്, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ നിത്യ നിയമമാണ്. നമുക്കറിയാം, ഈ ഭൂമി എത്ര മനോഹരമാണ്, നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണ്. ഈ രാജ്യത്ത്, ഈ ഭൂമിയിൽ അനേക രാജാക്കന്മാർ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അനേക സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, അത് തത്വചിന്തകന്മാർ, ഇവരൊക്കെയും ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് ഭൂതകാല ഗർത്തങ്ങളിൽ അവർ മറഞ്ഞുപോയി. എന്നാൽ ഈ വർത്തമാനകാലത്തിന്റെ പടവുകൾ ചവിട്ടിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ജീവിതത്തെ മാറ്റിമറിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരാ ഇന്നും നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. അതിവേഗമാണ് നമ്മുടെ ലോകം കുതിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒരുമിച്ച് കൂടി നിന്നിട്ട് കോടികൾ ചെലവഴിച്ചിട്ടാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിന് വേണ്ടി കൊടുക്കുന്നത്. എന്തിനാണ്? നൂതനമായ മരുന്നുകൾ കണ്ടുപിടിക്കുവാൻ. എന്താ കാരണം? പുതിയ പുതിയ രോഗങ്ങൾ വരികയാണ്. ഈ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് എന്തിനാ? അവന്റെ ജീവൻ നിലനിർത്തണം, അവന്റെ രോഗത്തിൽ നിന്നും അവനെ രക്ഷിക്കണം. എന്നാൽ ഒരു സത്യമുണ്ട്, എത്രയൊക്കെ നമ്മുടെ ഗവൺമെന്റ് കോടികൾ ചെലവഴിച്ച് പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാലും ജീവൻ നിലനിർത്താൻ നോക്കിയാലും ഒരു കാലത്ത്, ഒരു സമയമാകുമ്പോൾ ജ്ഞാനിയായ ശലോമോൻ തന്റെ ജ്ഞാനത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, എല്ലാത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. സ്നേഹിത, അങ്ങനെയാണെങ്കിൽ മരണം നിത്യമാണ്, മരണം ഉറപ്പാണ്. ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ, ദരിദ്രനെന്നോ സമ്പന്നനെന്നോ ഇല്ലാതെ മരണം കോമാളി വേഷം കെട്ടി നാം നിലച്ചിരിക്കാത്ത നാഴികയിൽ നമ്മുടെ വീടിന്റെ പടി ചവിട്ടി കയറി വരുമ്പോൾ ആ മരണത്തിൽ ഛേദനയറ്റ ശരീരമായി നമ്മൾ വാഴ വെട്ടി വീഴുന്നത് പോലെ വീഴുമ്പോൾ മരണത്തിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ഞങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നവരാണ്. ബൈബിൾ വിശ്വസിക്കുന്നവരോടാണ് ഞങ്ങൾ പറയുന്നത്. ഈ ബൈബിൾ വിളിച്ചു പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മരണമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, എങ്ങനെയാണ് ഇതിനകത്തു നിന്ന് രക്ഷപ്പെടുന്നത്? ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന
ആർക്കും ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവത്തെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. എന്റെ അപ്പനും അപ്പന്റെ അപ്പനും അപ്പൂപ്പന്മാരും എല്ലാവരും കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, പണിക്കർ ഫാമിലിയിൽ ജനിച്ചു വളർന്നവരുണ്ട്, കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഒരു യൂണിറ്റായി ഞങ്ങൾ ചേർന്ന് വന്നത് കേരളത്തിന്റെ തെക്കേറ്റമായ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും എറണാകുളത്തും ഇടുക്കിയിലും ഒക്കെ ചിതറിക്കിടക്കുന്ന ഞങ്ങളെയൊക്കെ ഒന്നിച്ചത് ഇങ്ങനെ ഒരു യൂണിറ്റാക്കി കൊണ്ടുവന്നത് ഞങ്ങളെ സ്നേഹിച്ച് മാനവകുലത്തിന്റെ ഭാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം പരമയാഗമായി തീർന്ന് സ്വന്തം രക്തമൂറ്റിയ യേശുവിന്റെ സ്നേഹം ഞങ്ങളെ ഒന്നിപ്പിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഈ രക്ഷയുടെ സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിവരുമോ? ഞാനെന്റെ വാക്കുകളെ ചുരുക്കാം. സ്നേഹിത, ഈ യേശുവിനെ നിങ്ങൾക്കൊരു വാക്കുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റുപറയാമോ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരണ്ട, നിങ്ങൾ പെന്തിക്കോസ് പള്ളിയിൽ പോകണ്ട, നിങ്ങളുടെ പേര് മാറ്റണ്ട, നിങ്ങളുടെ ജാതി മാറ്റണ്ട. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഒരു വിളി നിങ്ങൾക്ക് വിളിക്കാമോ? യേശുവേ എന്റെ കുടുംബത്തിലേക്കൊന്ന് വരണമേ, ഞാനൊരു പാപിയാണ്, അങ്ങ് ദൈവമാണെങ്കിൽ സത്യം അറിയുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ പള്ളി മാറാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല, ഇത് മതമല്ല, ഇത് മാർഗമാണ്. ഇത് മനുഷ്യന്റെ മനസ്സിനെ മാറ്റുന്നതാണ്, മനുഷ്യന്റെ മനസ്സിന് രൂപാന്തരം കൊടുക്കുന്ന ഈ സന്ദേശം ഇന്ന് പകലിൽ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചെവികളിലൂടെ ഈ സന്ദേശം ഹൃദയങ്ങളിലേക്ക് എത്തുന്നെങ്കിൽ യേശുവേ എന്നൊരു വിളി വിളിക്കുമ്പോൾ നിങ്ങളുടെ സകല പാപങ്ങളും യേശു കർത്താവിന്റെ രക്തത്താൽ അത് കഴുകൽ പ്രാപിപ്പാനിടയായി തീരും. നിങ്ങൾ ദൈവത്തിന്റെ മകനായി മാറും. നിങ്ങളുടെ കുടുംബത്തിലെ അന്ധകാരം മാറും. നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലുമൊക്കെ ശാപത്തിന്റെ കീഴിലാണ് നിങ്ങൾ കിടക്കുന്നത്. ചിലർ പറയും ഇതൊരു ശാപമാണ്. ഈ ശാപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അന്ധകാരത്തിന് കീഴിലാണെങ്കിൽ അതിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ യേശു കർത്താവിന്റെ വചനം ഇന്ന് പകൽക്കാലം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹിത, യേശുവിന്റെ സന്ദേശമായി ഇത് കേട്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുക്കാമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, അങ്ങന്റെ ഭാവത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എന്റെ പാപത്തെ മോചിക്കണമേ, എന്നെ എന്റെ മകനാക്കി തീർക്കണമേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ, എന്റെ മകനെ രക്ഷിക്കണമേ, എന്റെ മകനെ രക്ഷിക്കണമേ, എന്റെ അപ്പനെ രക്ഷിക്കണമേ, എന്റെ ഭർത്താവിനെ രക്ഷിക്കണമേ, എന്റെ ഭാര്യനെ രക്ഷിക്കണമേ. ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ട ശ്രമിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ഭാരത്തിലാണവരെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവരെ വിടുവിക്കുമാറാകണമേ. ഈ വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ, ഞങ്ങളെ മാനസാന്തരപ്പെടുത്തിയ രാധാകൃഷ്ണനെയും രാജീവ് പണിക്കരെയും സൈവറിനെയും ജോസഫിനെയും ഒക്കെ മാനസാന്തരത്തിലേക്ക് നയിച്ച യേശുവിന്റെ വചനം കർത്താവേ, ഈ ശബ്ദം കേട്ട ചില സഹോദരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വ്യാപാരം ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ ദേശത്ത് നിന്ന് മദ്യപാനം, പുകവലി, ലഹരി പദാർത്ഥങ്ങൾ, ആത്മഹത്യ, ഇതെല്ലാത്തിൽ നിന്നും ഈ നാടിനെ യേശു രക്ഷിക്കുമാറാകണമേ. 100 പേര് വിളവ് കൊടുത്ത് ഈ ദേശത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാ ശാപക്കെട്ടിൽ നിന്നും രോഗബോധയിൽ നിന്നും ഈ ജനത്തെ കർത്താവ് വിടുവിക്കണമേ. സകല മഹത്വവും ഞങ്ങൾ യേശുവിനെ അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. നിങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.